ശരിക്കും ചേട്ടൻ എങ്ങനെയാ ഒരു ഫാമിലി ലൈഫ് ശരിക്കും ബാലൻസ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ധ്യാൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിലും ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ അതിലൊരു സീരിയസ്നെസ് ഉണ്ടല്ലോ ശരിക്കും. കുട്ടികളെ നമുക്ക് അതിനകത്ത് പറ്റില്ലല്ലോ. ഈ ഇത്രയും ബാക്ക് ടു ബാക്ക് ഇത്രയും പടങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ചേട്ടൻ എങ്ങനെയാ ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യുന്നത്? അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കുക, ചിലവർക്ക് അവരുടെ ടൈം സ്പെൻഡ് ഇപ്പൊ നേരത്തെ നമ്മൾ ആ പാറുവിന്റെ കേസ് പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നമില്ലേ? അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതൊക്കെ സ്ഥിരം നമ്മൾ ആൾക്കാർ പറയുന്ന സാധനങ്ങളാണ്. ഞാൻ 1-2 സ്ഥലത്ത് പറയുന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അതുണ്ടായാൽ മതി. ബാക്കി നമ്മൾ പറയാം കല്യാണം കഴിക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, കെയറിങ് ആയിരിക്കണം. ഇതൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെ അടിസ്ഥാനപരമായി എന്നും ആ ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, എനിക്ക് അവൾ ഒരിക്കലും മടുക്കില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് അവളെ പുറത്ത് പല കാര്യത്തിനും. അവളില്ലാതെ എനിക്ക് പല കാര്യങ്ങളും ഞാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന തൊട്ടിട്ട് വൈകുന്നേരങ്ങൾ ഒരുമിച്ചിരിക്കുന്ന തൊട്ട് സിനിമ കാണുന്ന തൊട്ടിട്ട് എനിക്ക് അവൾ വേണം. എൻ്റെ സുഹൃത്താണ് ഏറ്റവും വലിയ. ആ സൗഹൃദം ഉണ്ടാവണം റിലേഷൻഷിപ്പിൽ. ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ ഉള്ളതിനപ്പുറം ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ലോങ് റണ്ണിന് നമുക്കൊരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ലൈക്ക് മാരിറ്റൽ ഇതിൽ പോലും ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യം.